നമസ്കാരം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ CPM പാലിക്കുന്ന കുറ്റകരമായ മൗനത്തിന് പിന്നിൽ കോടികളുടെ കുതിര കച്ചവടം എന്നതിന്റെ തെളിവുകൾ പുറത്ത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്താനുള്ള തമിഴ്നാടിന്റെ നീക്കത്തിന് കേരള സർക്കാർ രഹസ്യ പിന്തുണ നൽകുന്നത് അതുകൊണ്ടാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജലനിരപ്പ് 152 അടിയാക്കുമെന്ന തമിഴ്നാട് മന്ത്രിയുടെ പ്രസ്താവന പുറത്തു വന്നിട്ടും പിണറായി വിജയനും CPM-ഉം നിശബ്ദത പാലിക്കുന്നത് കോടികളുടെ കുതിരക്കച്ചവടം നടന്നതുകൊണ്ട് തന്നെയാണ്. പിണറായിയുടെ താൽപര്യമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യത്തോട് പിണറായി വിജയനും CPM-ഉം മുഖം തിരിച്ചത് കോടികൾ കിട്ടിയതുകൊണ്ടാവണം. ഇതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ഇടതുമുന്നണി വിട്ടാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം മുല്ലപ്പെരിയാർ കേരള കോൺഗ്രസ് എമ്മിന്റെ ഹൃദയഭൂമിയാണ്. കേരള കോൺഗ്രസ് മുന്നണി വിട്ടാൽ ഇടതുമുന്നണി മധ്യ തിരുവിതാംകൂറിൽ ബുദ്ധിമുട്ടും. തമിഴ്നാട് ഗ്രാമവികസന മന്ത്രി പെരിയസ്വാമിയാണ് വിവാദ പ്രസ്താവന ഇറക്കിയത്. തമിഴ്നാടിന്റെ സ്വപ്നം DMK സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്നും പെരിയസ്വാമി പറഞ്ഞു. അണക്കെട്ടിലെ അനുവദനീയ സംഭരണശേഷി 10 വർഷമായി 142 അടിയിൽ തുടരുകയല്ലേ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനാണ് മറുപടി. തേനിയിൽ മഴക്കെടുതി വിലയിരുത്തിയ ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രതികരണം. മുല്ലപ്പെരിയാർ അണക്കെട്ട് അറ്റകുറ്റപ്പണിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചിരുന്നു. തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് സ്റ്റാലിന്റെ വിശദീകരണം. മുല്ലപ്പെരിയാർ അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിൽ അനുമതിയില്ലാതെ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് കൊണ്ടുവന്ന സാധനങ്ങൾ കഴിഞ്ഞയാഴ്ച വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ കേരള വനം വകുപ്പ് തടഞ്ഞിരുന്നു. ഇതിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷമായ AIADMK രംഗത്തെത്തിയതോടെയാണ് സ്റ്റാലിന്റെ പ്രതികരണമുണ്ടായത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രസ്താവന എന്തടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാവുന്നില്ല എന്ന് ജലവിഭവശേഷി വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ എന്തടിസ്ഥാനത്തിലാണ് തമിഴ്നാട് ജലനിരപ്പ് ഉയർത്തുമെന്ന രീതിയിലുള്ള പ്രതികരണം നടത്തുന്നത് എന്നതിൽ വ്യക്തതയില്ല. 142 അടിയിൽ ജലനിരപ്പ് ക്രമീകരിക്കാനുള്ള സാഹചര്യമാണ് മുല്ലപ്പെരിയാറിൽ നിലവിലുള്ളത്. പാട്ടക്കരാറിന് പുറത്തുള്ള 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല എന്നും അതിനുള്ള ഒരു തരത്തിലുമുള്ള ആലോചന പോലും ഇല്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ഇടുക്കി ജില്ലക്കാരൻ കൂടിയായ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന് മുല്ലപ്പെരിയാർ സങ്കീർണമായ ഒരു വിഷയമാണ്. മുല്ലപ്പെരിയാറിലെ പുതിയ അണക്കെട്ട് തുടങ്ങി വെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാനാവില്ല. 1400 കോടി വേണമെന്നാണ് ജലവകുപ്പിന്റെ ആവശ്യം. എന്നാൽ ധനമന്ത്രി ബാലഗോപാൽ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. ഇപ്പോഴുള്ള അണക്കെട്ടിന് 366 മീറ്റർ താഴെയാണ് പുതിയ അണക്കെട്ടിന് കേരളം സ്ഥലം കണ്ടെത്തിയത്. KM മാണി ധനമന്ത്രിയായിരിക്കെയാണ് പുതിയ അണക്കെട്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ബജറ്റിൽ അദ്ദേഹം തുക വകയിരുത്തുകയും ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും പദ്ധതിയുടെ കരട് തയ്യാറാക്കിയിട്ടുമുണ്ട്. 2011 ആദ്യം കരട് തയ്യാറാക്കിയപ്പോൾ 600 കോടിയായിരുന്നു ചിലവ്. തമിഴ്നാട് അനുമതി നൽകിയാൽ മാത്രമേ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. ഇതിനുള്ള സാധ്യത കുറവാണ്. പുതിയ അണക്കെട്ടിനെ തുടക്കം മുതൽ തമിഴ്നാട് എതിർക്കുന്നുമുണ്ട്. കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാറിലെ അണക്കെട്ട് 131.75 അടി വരെ ഉയർന്നിരുന്നു. എന്നാൽ അത് 131.4 അടിയായി കുറഞ്ഞു. 136 അടിയിലെത്തിയാൽ തമിഴ്നാട് സ്പിൽവേ തുറക്കും. അണക്കെട്ടിന്റെ അനുവദനീയ സംഭരണശേഷി 142 അടിയാണ് എന്ന് മന്ത്രി റോഷി പറഞ്ഞു. DPR കേന്ദ്ര ജല കമ്മീഷന്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതിക്ക് സമർപ്പിക്കും. പരിസ്ഥിതി അനുമതിക്ക് പ്രധാനമായതിനാൽ തന്നെ വിശദ DPR അനിവാര്യമാണ്. തമിഴ്നാടിന് ആവശ്യമായ ജലം കൊടുത്തുകൊണ്ട് തന്നെ 128 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാൻ പുതിയ ഡാം നിർമ്മിക്കണമെന്നതാണ് കേരളത്തിന്റെ നിലപാട്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കേരളത്തിന് അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു. പുതിയ ഡാം നിർമ്മിക്കാൻ പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം വിദഗ്ധ സമിതി പരിഗണിക്കാനിരിക്കെയാണ് സ്റ്റാലിൻ കത്ത് നൽകിയത്. സുപ്രീം കോടതി ഉത്തരവ് മറികടന്നുകൊണ്ടുള്ളതാണ് ഈ നീക്കമെന്നും പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും കത്തിൽ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ 7 വർഷം വേണ്ടിവരുമെന്നാണ് ജലസേചന വകുപ്പിന്റെ നിഗമനം.
അടിയന്തര ആവശ്യമായി വേണ്ടി വന്നാൽ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. മുല്ലപ്പെരിയാറിലെ പാവങ്ങളെ ഇടത് സർക്കാർ വർഷങ്ങൾക്ക് മുൻപേ വഞ്ചിച്ചിരുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുമെന്ന് 2021 ഗവർണർ നയപ്രഖ്യാപനം നടത്തി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടത്തുന്ന ഒളിച്ചുകളി ചുരുക്കത്തിൽ തമിഴ്നാട്ടിൽ നിന്നും കോടികൾ വാങ്ങിയ ശേഷം നടത്തുന്ന കളിയാണ് എന്ന് ഇടുക്കി ജില്ലക്കാർ പറയുന്നത് വെറുതെയല്ല. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാതിരിക്കാൻ തമിഴ്നാട് കോടികൾ മുടക്കാറുണ്ട്. കേരളത്തിലെ മന്ത്രിമാർ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ. എന്നാൽ പഴയതുപോലെ ഇക്കുറിയും കേരളം ഇക്കാര്യത്തിൽ പൊട്ടൻ കളിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നൈസായി കേരളം കേസ് തോറ്റതുപോലുള്ള കളികൾ തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുമെന്ന കേരള നിയമസഭയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ ശക്തമായി എതിർത്തുകൊണ്ടാണ് തമിഴ്നാട് രംഗത്ത് വന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ പ്രശ്നങ്ങളില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയതാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിലെ അണക്കെട്ടിനെ കുറിച്ചുള്ള ഭാഗം സുപ്രീം കോടതി ഉത്തരവിനെ അവഹേളിക്കലാണ്. അണക്കെട്ട് സുരക്ഷിതമാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പുതിയ അണക്കെട്ടിന്റെ ആവശ്യമില്ല എന്ന് തമിഴ്നാട് മന്ത്രി പറഞ്ഞു. അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളെ എതിർക്കുമെന്നും തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി ദുരൈമുരുകൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. മുല്ലപ്പെരിയാറിൽ തമിഴ്നാടിന് മരം മുറിക്കാൻ കേരളം രഹസ്യ അനുമതി നൽകിയത് മറക്കാറായിട്ടില്ല. തമിഴ്നാടിന് അനുകൂലമായി മുല്ലപ്പെരിയാർ വിഷയത്തിൽ നീങ്ങുന്നത് സർക്കാരിന്റെ ഉന്നതർ തന്നെയാണ്. ജലവിഭവ മന്ത്രി ഇക്കാര്യങ്ങൾ അറിയാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ വാക്കുകൾ തൽക്കാലം വിശ്വസിക്കാൻ പ്രയാസമാണ്. മച്ചാന്മാരായ പിണറായിയും സ്റ്റാലിനും ചേർന്ന് കേരളത്തെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഇടത് സർക്കാരിന്റെ അസ്ഥിവാരം ഇളക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ജനങ്ങളുടെ ആശങ്കയ്ക്കും കേരളത്തിന്റെ അഭ്യർത്ഥനയ്ക്കും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് 2021 യാതൊരുവിധ മുന്നറിയിപ്പും നൽകാതെ തമിഴ്നാട് വീണ്ടും മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വലിയ തോതിൽ വെള്ളം തുറന്നുവിട്ടത്. ഇതോടെ അനവധി വീടുകളിൽ വീണ്ടും വെള്ളം കയറി. ആയിരക്കണക്കിന് ആളുകൾ ഭീതിയിലായി. സെക്കൻഡിൽ 12,654 ഘനയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുകിയത്. അതായത് 3,58,326 ലിറ്റർ വെള്ളം. സീസണിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വെള്ളം വിട്ടത്. ജലനിരപ്പ് 142 അടിയിൽ നിർത്താനുള്ള തമിഴ്നാടിന്റെ ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായി 27 മണിക്കൂറിനിടെ 8 തവണയാണ് ഡാം തുറന്നത്. മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇത് തന്നെയാണ് കേരളം കരുതുന്നത്. ഇതിൽ ഒത്തുകളിയുണ്ട് എന്ന ആരോപണത്തിന് ശക്തി പകരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. NK പ്രേമചന്ദ്രന്റെയും മറ്റും ആരോപണങ്ങൾ നീങ്ങുന്നത് ഇതേ ദിശയിലേക്ക് തന്നെയാണ്. ഇടതുപക്ഷത്തിന്റെ സഖ്യകക്ഷിയാണ് കേന്ദ്രത്തിൽ DMK. അത്തരത്തിലും ഒരു ഇടപെടൽ പിണറായി വിജയന് നടത്താമായിരുന്നു. എന്നാൽ ഇതിനും അദ്ദേഹം തയ്യാറാവുന്നില്ല. മുഖ്യമന്ത്രിയുടെ കത്ത് തമിഴ്നാട് അവഗണിക്കുമെന്ന് ആരും കരുതുന്നുമില്ല. പിണറായിയെ വളരെ ആദരവോടെ കാണുന്ന നേതാവാണ് MK സ്റ്റാലിൻ. അപ്പോൾ പിന്നെ നിഷേധാത്മക നിലപാടിന് പിന്നിൽ എന്താണ് എന്ന സംശയത്തിലാണ് കേരളം. പ്രധാനമന്ത്രിയെ ഈ വിഷയത്തിൽ ഇടപെടുത്താൻ കേരളം ഇതുവരേക്കും ശ്രമിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് നിഷ്പ്രയാസം കഴിയുന്ന കാര്യമാണിത്. ചുരുക്കത്തിൽ എല്ലാവരും ചേർന്ന് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ മണ്ടന്മാരാക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. മുല്ലപ്പെരിയാറിൽ എല്ലാം ഭദ്രമാണ് എന്ന് പിണറായി ആവർത്തിക്കുമ്പോഴാണ് ഡാം എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാമെന്ന് മുൻപ് മണിയാശാൻ പ്രഖ്യാപിച്ചത്. മുല്ലപ്പെരിയാർ ഡാം അപകടാവസ്ഥയിലാണ് എന്നും മുൻ വൈദ്യുതി മന്ത്രിയും MLAയുമായ MM മണി പറഞ്ഞത് അടുത്ത കാലത്താണ്. മുല്ലപ്പെരിയാർ വണ്ടിപ്പെരിയാറിന് മുൻപിൽ ജലബോംബായി നിൽക്കുകയാണ്. ഡാം പൊട്ടിയാൽ മലയാളികൾ വെള്ളം കുടിച്ചും തമിഴർ വെള്ളം കിട്ടാതെയും മരിക്കുമെന്ന് MM മണി MLA പറഞ്ഞു. ശർക്കരയും സുർക്കിയും ചുണ്ണാമ്പും ഉപയോഗിച്ച് അതിൻ്റെ അകം കാലിയാണ്. ഞാൻ പല പ്രാവശ്യം അതിൻ്റെ അകത്ത് പോയിട്ടുണ്ട് മന്ത്രിമാരുടെ കൂടെ. വെള്ളം ഇറ്റിറ്റ് വരുന്നുണ്ട്. അതിൻ്റെ പുറത്ത് സിമൻറ്റും കമ്പിയും പൂശി എന്നതൊന്നും ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ മുകളിൽ സിമൻറ്റ് പൂശിയാൽ നിൽക്കുമോ? എന്തെങ്കിലും സംഭവിച്ചാൽ വരാൻ പോകുന്നത് അവർ വെള്ളം കുടിക്കാതെയും നമ്മൾ വെള്ളം കുടിച്ചും ചാകും. വണ്ടിപ്പെരിയാറിൽ നിന്ന് ആയിരക്കണക്കിനടി ഉയരത്തിൽ ബോംബ് പോലെ നിൽക്കുകയാണ് ഈ സാധനം. വലിയ പ്രശ്നമാണ്. ഞാൻ ഈ നിയമസഭയിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് തമിഴ്നാട്ടുകാർ. അതിനിപ്പം വേറെ വഴിയൊന്നുമില്ല. പുതിയ ഡാമല്ലാതെ വേറെ എന്താണ് മാർഗം? നമ്മുടെ LDF ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഈ നിലപാട് തന്നെയാണ് ഉള്ളത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് രാഷ്ട്രീയം കളിക്കുന്നു. ഇരു സംസ്ഥാനങ്ങളും ഒരുമിച്ച് തീരുമാനമെടുത്താൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും.
മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് എന്നും പിണറായിയും മറ്റു മന്ത്രിമാരും വ്യക്തമാക്കുമ്പോഴാണ് അതീവ ഗുരുതരമായ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി മുൻ വൈദ്യുതി മന്ത്രി രംഗത്ത് വന്നത്. തമിഴ്നാടുമായി നല്ല ബന്ധം സൂക്ഷിക്കാനാണ് കേരളത്തിന്റെ ആഗ്രഹം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് കാണിക്കുന്നത് ശുദ്ധ അഭ്യാസമാണ് എന്ന് പിണറായിക്കും അറിയാമെങ്കിലും അജ്ഞാതമായ കാരണങ്ങളാൽ അദ്ദേഹം നിശബ്ദത പാലിക്കാറാണ് പതിവ്. മുല്ലപ്പെരിയാറിൽ പതിയെ ഡാം നിർമ്മാണത്തിന്റെ വിശദ പദ്ധതി റിപ്പോർട്ട് ഇറിഗേഷൻ വകുപ്പ് പൂർത്തിയാക്കി. ഡാമിന്റെ ഡിസൈൻ തയ്യാറാക്കൽ നേരത്തെ തന്നെ പൂർത്തിയായതാണ്. ഇപ്പോഴുള്ള ഡാമിന്റെ 1200 അടി താഴ്ഭാഗത്തായി നേരത്തെ സർവേ ചെയ്ത സ്ഥലത്തിന് അനുയോജ്യമായ രീതിയിലാണ് പുതിയ ഡിസൈൻ തയ്യാറാക്കുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിന്റെ 2011 ആദ്യ DPR തയ്യാറാക്കിയിരുന്നുവെങ്കിലും തുടർ നടപടി നീണ്ടുപോയി. 600 കോടിയിലേറെ രൂപ ചിലവ് പ്രതീക്ഷിച്ചിരുന്ന നിർമ്മാണത്തിന് പുതുക്കിയ DPR പ്രകാരം 1200 കോടിയിലധികം രൂപ ചിലവ് വരും. DPR തയ്യാറാക്കിയ ശേഷം കേന്ദ്ര ജല കമ്മീഷന്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതിക്ക് സമർപ്പിക്കും. പരിസ്ഥിതി അനുമതി പ്രധാനമായതിനാൽ തന്നെ വിശദമായ DPR അനിവാര്യമാണ്.